ഹേ ഗായ്സ്, ഇറ്റ്സ് മീ എമ സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. എന്റെ പ്രിയപ്പെട്ട +1 ട്രാൻസ്ഫർ അലോട്ട്മെന്റുമായി കാത്തിരുന്ന വിദ്യാർത്ഥികളുടെ മുമ്പിലേക്കാണ് ഒരു ന്യൂസ് ഇന്ന് വന്നിരിക്കുന്നത്. +1 ട്രാൻസ്ഫർ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ഇത് ശരിയായ വാർത്തയാണോ എന്ന് ചോദിച്ചിട്ട് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. കാരണം ഇവരാരും അറിഞ്ഞിട്ടില്ല ട്രാൻസ്ഫർ അലോട്ട്മെന്റ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. എന്നാൽ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് വന്നിരിക്കുന്നു. ഈ വാർത്ത സത്യമാണ്. പക്ഷേ ഇത് നമ്മുടെ VHSCയുടെ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ആണ് പ്രസിദ്ധീകരിച്ചത്. VHSC ഒക്കെ ഒരു അന്തസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം കറക്റ്റ് തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷം ട്രാൻസ്ഫർ അലോട്ട്മെന്റ് നടത്തി അതിനുശേഷമാണ് സപ്ലിമെന്ററി നടത്തുന്നത്. സോ സ്വാഭാവികമായിട്ടും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിൽ തേർഡ് അലോട്ട്മെന്റോടുകൂടി പെർമനന്റ് ആയ കുട്ടികൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് നടത്തിയത് കൊണ്ട് തന്നെ അവരിഷ്ടപ്പെട്ട സ്കൂളിലേക്കും കോഴ്സിലേക്കും അവർക്ക് സീറ്റുകൾ 50% വിദ്യാർത്ഥികൾക്കും ലഭിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യപരമായിട്ടുള്ള ഒരു കാര്യം വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. ഇനി അടുത്ത ചോദ്യം, സർ അപ്പൊ ഞങ്ങൾ HSCയിൽ തേർഡ് അലോട്ട്മെന്റ് കിട്ടിയ ഞങ്ങളുടെ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് എപ്പോഴാണ്? നിലവിൽ HSCAP-ലൂടെ ആദ്യമേ പ്രസിദ്ധീകരിച്ച നിങ്ങളുടെ പ്രോസ്പെക്ടസിലൂടെ തന്നെ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ തന്നെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പും പറഞ്ഞിരിക്കുന്നത്. സപ്ലിമെന്ററിക്ക് ശേഷമാണ് ട്രാൻസ്ഫർ അലോട്ട്മെന്റ്. അങ്ങനെയാണെങ്കിൽ ട്രാൻസ്ഫർ നടക്കുന്നത് ഓഗസ്റ്റ് 1 ശേഷമായിരിക്കും. ഓഗസ്റ്റ് 1 ശേഷമാണ് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് നടക്കുന്നതെങ്കിൽ ഇപ്പോൾ ട്രാൻസ്ഫറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുട്ടികൾ ഇഷ്ടപ്പെടാത്ത സ്കൂളാണെങ്കിലും ഇഷ്ടപ്പെടാത്ത കോഴ്സ് ആണെങ്കിലും ഒരു മാസം നിങ്ങൾ ആ സ്കൂളിൽ പോയേ പറ്റുള്ളൂ. ജൂലൈ എന്ന് പറയുന്ന മാസം കംപ്ലീറ്റ്ലി നിങ്ങൾ ആ സ്കൂളിലേക്ക് പോയേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട കുട്ടികളെ, എന്നോട് വെറുത്തിട്ട് കാര്യമില്ല. ഗവൺമെന്റിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനമാണ് ഈ വർഷം സപ്ലിമെന്ററി കഴിഞ്ഞിട്ട് തന്നെ ട്രാൻസ്ഫർ നടക്കട്ടെ എന്നുള്ളത്. എന്നാൽ തേർഡ് അലോട്ട്മെന്റിന് ശേഷം VHSC പോലെ തന്നെ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ആയിരുന്നു നടക്കുന്നതെങ്കിൽ, ട്രാൻസ്ഫർ അലോട്ട്മെന്റിന് ശേഷമായിരുന്നു സപ്ലിമെന്ററി എങ്കിൽ, ഇപ്പോൾ നിലവിൽ കയറിയ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിലേക്കും കോഴ്സിലേക്കും മാറാനുള്ള ഒരു അവസരം ലഭിച്ചേനെ. ആ അവസരവും നിഷേധിച്ചിരിക്കുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പ്. എന്താ നടക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വരെ ഇറ്റ്സ് മീ എമ സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.